സക്സസ് ഫയലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ എക്സാം ഡേറ്റ് വന്നത് എല്ലാവരും അറിഞ്ഞിരിക്കും. ഓഗസ്റ്റ് 2, 9 തീയതികളിലായിട്ടാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സക്സസ് ഫയലിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും. 2021 മുതൽ 2025 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ കറണ്ട് അഫയേഴ്സ് 2024ലെയും 2025ലെയും കറണ്ട് അഫയേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ SCERT പാഠഭാഗങ്ങൾ ചാപ്റ്റർ വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ടൈപ്പ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ മോക്ക് ടെസ്റ്റുകളും റിവിഷൻ ക്ലാസ്സുകളും നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും റിവിഷൻ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. ഫ്രീ ക്ലാസ്സുകളാണ് നൽകുന്നത്. അപ്പം ഇനി നമുക്ക് ഒരു 40 ദിവസമാണ് ഉള്ളത്. പിന്നെയുള്ള ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. അപ്പോൾ മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനത്തിന് എന്ത് സൂചിപ്പിക്കുന്നു? ഫ്ലാഗുകൾ അല്ലെങ്കിൽ പതാകകളെ പറ്റിയുള്ള പഠനത്തിന് എന്ത് സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വെക്സിലോളജി എന്നാണ്. വെക്സിലോളജി. കിസാൻഗഡ് ആരുടെ സമാധി സ്ഥലമാണ്? കിസാൻഗഡ്. ചരൺ സിംഗ്, മുൻ പ്രധാനമന്ത്രിയായിരുന്ന ചരൺ സിംഗിന്റെ സമാധി സ്ഥലമാണ് കിസാൻഗഡ്. മെയ് 31 എന്ത് ദിനമായി ആചരിക്കുന്നു? മെയ് 31 പുകയില വിരുദ്ധ ദിനമാണ്. പുകയില വിരുദ്ധ ദിനം എന്നാണ് മെയ് 31. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ്? സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്നുമാണ്? മുണ്ടകോപനിഷത്താണ്. ഓപ്ഷൻ ഡി മുണ്ടകോപനിഷത്ത്. റാബി വിളകൾ വിതയ്ക്കുന്നത് ഏത് മാസങ്ങളിൽ? റാബി വിളകൾ വിതയ്ക്കുന്നത് ഏത് മാസങ്ങളിൽ? ഒക്ടോബർ, നവംബർ. ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് റാബി വിളകൾ വിതയ്ക്കുന്നത്. കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബ്രം. ഓപ്ഷൻ ബി സെറിബ്രം. അരിപ്പ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? തിക്കൊടിയൻ. പി കുഞ്ഞനന്തൻ നായരാണ്. പി കുഞ്ഞനന്തൻ നായർ. പാസ്കൽ ഏതിന്റെ യൂണിറ്റ് ആണ്? പാസ്കൽ. മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആര്? മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആര്? വില്യം ഹാർവി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വില്യം ഹാർവി. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഓപ്ഷൻ ബി ചാലനമാണ്. ചാലനം. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണ്. നിലമ്പൂർ. താഴെ പറയുന്ന നൃത്തരൂപങ്ങളിൽ ഏതാണ് തമിഴ്നാട്ടിൽ നിന്നും ഉത്ഭവിച്ചത്? തമിഴ്നാട്ടിൽ നിന്നും ഉത്ഭവിച്ചത്. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഒഡീസി, ഭരതനാട്യം, കഥക്, കുച്ചിപ്പുടി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഭരതനാട്യമാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച സ്ഥലവും ദിവസവും? ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത് എവിടെയാണ്? ഏത് ദിവസമാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1911 കൊൽക്കത്തയിലാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത്. 1911 ഡിസംബർ 27 കൊൽക്കത്ത. ദൂരദർശന്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്താണ്? ദൂരദർശന്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് സത്യം ശിവം സുന്ദരം എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. സത്യം ശിവം സുന്ദരം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്?
ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കമൽജിത്ത് സന്ധു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കമൽജിത്ത് സന്ധു. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു ആണ്. ബി രാമകൃഷ്ണ റാവു. ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരാണ്? ലിങ്കൺ ഓഫ് കേരള പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത്. വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? വായനാ ദിനം PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി വായനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏത് എന്ന് കമന്റ് ചെയ്യുക. വായനാ ദിനം എന്നാണ് എന്ന് കമന്റ് ചെയ്യുക. PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലമേതാണ്? മേശപ്പുറത്ത് ഒരു പുസ്തകം ഇരിക്കുന്നു, അതിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലമാണ് ഘർഷണബലം. ഘർഷണബലം. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആര്? ഗാന്ധിയും അരാജകത്വവും അല്ലെങ്കിൽ ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആര് എന്ന് ചോദിച്ചാൽ ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ദേശീയ മൃഗം ഏതാണ്? തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ദേശീയ മൃഗം വരയാടാണ്. വരയാട്. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏത്? മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3. ഭാഗം 3ലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭാഗം 3. നാഥുല ചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിലാണ്? സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു നാഥുല ചുരം. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നാഥുല ചുരം. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി ഏതാണ്? ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ശാക്യമുനി എന്നറിയപ്പെട്ടിരുന്നത്? ശാക്യമുനി ശ്രീബുദ്ധനാണ് ശാക്യമുനി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്ന് അറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം. 1915 ആരുടെ നേതൃത്വത്തിലാണ്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് കല്ലുമാല സമരം. കല്ലുമാല സമരം. എംഫിസിമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം. എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ശ്വാസകോശം. എംഫിസിമ ബാധിക്കുന്ന ശരീരാവയവമാണ് ശ്വാസകോശം. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ. വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നവയിൽ ഏതു ഗണത്തിൽ പെടുന്നു? വിഴിഞ്ഞം തുറമുഖ പദ്ധതി സംയുക്ത മേഖലയാണ്. സംയുക്ത മേഖല. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. 2695 മീറ്റർ. ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം. ത്രിവർണ പതാക ദേശീയ പതാകയായിട്ട് സ്വീകരിച്ച വർഷം 1947 ആണ്.
1947 ജൂലൈ 22 ത്രിവർണ പതാകയെ ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചത്. ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചിരുന്നത്? ആദ്യത്തെ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ സൂചിപ്പിച്ചിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ. കേരള സർക്കാർ നടപ്പിലാക്കിയ സുകൃതം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുകൃതം പദ്ധതി ക്യാൻസർ ആണ്. ക്യാൻസർ. ഘനജലത്തിലുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏത്? ഘനജലത്തിലുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഡ്യൂട്ടീരിയം. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ആസ്ഥാനം. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ആസ്ഥാനം ആലപ്പുഴ. പാർലമെന്റിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ആരാണ്? പാർലമെന്റിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ ഏറ്റവും വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര. ഏറ്റവും വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഹിമാദ്രിയാണ്. ഹിമാദ്രി. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം ആർക്കാണ്? വരുമാന നികുതി കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്ര ഗവൺമെന്റ്. പന്നിയൂർ 1 എന്നത് താഴെ പറയുന്ന ഏതിനം സസ്യത്തിന്റെ സങ്കര ഇനമാണ്? പന്നിയൂർ 1 കുരുമുളകാണ്. കുരുമുളക്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ സംയുക്തമായിട്ടാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ സംയുക്തമായി. റിഗർ എന്നറിയപ്പെടുന്ന മണ്ണ് ഏതാണ്? റിഗർ എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. റിഗർ എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണ്. ലോക ക്ഷയ രോഗ ദിനം എന്നാണ്? ലോക ക്ഷയ രോഗ ദിനം മാർച്ച് 24 മാർച്ച് 24 ലോക ക്ഷയ രോഗ ദിനം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലിക അവകാശ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? മൗലിക അവകാശ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് വല്ലഭായ് പട്ടേലാണ്. വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത് 1955 1955. ഏത് കടലിന്റെ നീല നിറമാണ് CV രാമൻ എഫക്റ്റ് കണ്ടെത്താൻ പ്രചോദനമായത്? ഏത് കടലിന്റെ നീല നിറമാണ് CV രാമൻ ഇഫക്റ്റ് കണ്ടെത്തുവാനായിട്ട് പ്രചോദനമായത്? മെഡിറ്ററേനിയൻ കടൽ. മെഡിറ്ററേനിയൻ കടൽ. എത്ര മൗലിക കടമകളെക്കുറിച്ചാണ് നിലവിൽ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്? മൗലിക കടമകൾ എത്ര എണ്ണമാണ്? 11 മൗലിക കടമകൾ. മൗലിക അവകാശങ്ങൾ 6. വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത് ഏത് വർഷത്തെ ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ്? വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത് 1896 1896. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്ത വർഷം 1858 1858. മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്നത്? മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്നത് GP പിള്ളയാണ്. GP പിള്ള. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹിയാണ്. മാഹി. പോണ്ടിച്ചേരിയുടെ ഭാഗമായ മാഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം 1853. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് 1853. മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചത് ആര്? മുനിചര്യ പഞ്ചകം ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു.
ആരുടെ കൃതിയാണ് മുനിചര്യ പഞ്ചകം എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഡിസംബർ 2 ആണ്. ഡിസംബർ 2. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ഏത് എന്ന് ചോദിച്ചാൽ ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം, ലാറ്ററൈറ്റ് മണ്ണ്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്ത്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം ഏത്? കില്ലർ ന്യൂമോണിയ സാർസ് ആണ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം സാർസ്. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം ടയലിൻ ആണ്. ടയലിൻ. അന്നജത്തെ എന്താക്കി മാറ്റുന്നു? മാൾട്ടോസാക്കി മാറ്റുന്നു. ടയലിൻ. കേരളത്തിൽ എവിടെയാണ് സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൽ എവിടെയാണ് സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? കൊല്ലത്താണ്. കൊല്ലം. റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത പ്രദേശം ഏത് സമുദ്രത്തിലാണ്? റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ശാന്തസമുദ്രത്തിലാണ്. ശാന്തസമുദ്രം. പണ്ഡിറ്റ് കറുപ്പൻ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് എവിടെ? പണ്ഡിറ്റ് കറുപ്പൻ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് വടക്കൻ പറവൂരാണ്. വടക്കൻ പറവൂർ. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നത് പൊതുഭരണം എന്നാണ്. ഓപ്ഷൻ ബി, പൊതുഭരണം. താഴെ പറയുന്നവയിൽ ഏതാണ് റോക്ക് കോട്ടൺ എന്ന് അറിയപ്പെടുന്നത്? റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്ബറ്റോസ് ആണ്. ആസ്ബറ്റോസ്. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ. ഇന്ത്യയുടെ വിസ്തീർണം 3.28 മില്യൺ ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം. 3.28 മില്യൺ ചതുരശ്ര കിലോമീറ്റർ. കുരുക്ഷേത്ര, പാനിപ്പട്ട് ഇവ ഏത് സംസ്ഥാനത്താണ്? കുരുക്ഷേത്ര, പാനിപ്പട്ട് ഇവ ഹരിയാനയിലാണ്. ഹരിയാന. ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചം ഓസോൺ പാളിയാണ്. ഓസോൺ പാളി. നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം എത്ര? നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം 7 ആണ്. pH സ്കെയില് മൂല്യം 7ൽ താഴെയാണെങ്കിൽ അത് ആസിഡിന്റെയും 7ൽ കൂടുതലാണെങ്കിൽ അത് ആൽക്കലിയുടെയും സ്വഭാവം കാണിക്കുന്നു. സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്നത് ബാക്ടീരിയയാണ്. സൂപ്പർ ബഗ് ബാക്ടീരിയ. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല? ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ്. അടുത്ത ചോദ്യം, കേരളത്തിലെ പ്രധാന താപവൈദ്യുത നിലയങ്ങൾ, അവയിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? തന്നിരിക്കുന്നു. കായംകുളം താപവൈദ്യുത നിലയം, ബ്രഹ്മപുരം, നല്ലളം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന നാഫ്തയാണ്. ശരിയാണ്. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഡീസലാണ്. ശരിയാണ്. നല്ലളം താപനിലയത്തിൽ ഡീസലാണ്. ശരിയാണ്. ഇനി കായംകുളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ബ്രഹ്മപുരം എറണാകുളം ജില്ലയിലാണ്. നല്ലളം കോഴിക്കോട് ജില്ലയിലാണ്. ചുവടെ പറയുന്നവയിൽ ഏതെല്ലാം പട്ടണങ്ങളാണ് ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? ഗംഗാ നദിയുടെ തീരത്ത് ഇവിടെ തന്നിരിക്കുന്നു പാട്ന, അജ്മീർ, വാരണാസി, ഋഷികേശ്, കാൺപൂർ, ഹരിദ്വാർ. ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 3, 4, 5, 6. പാട്ന, വാരണാസി, ഋഷികേശ്, കാൺപൂർ, ഹരിദ്വാർ എന്നിവയെല്ലാം ഗംഗാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അജ്മീർ ഏത് നദിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ലൂണി നദിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്.
ചുവടെ പറയുന്ന തടാകങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന കൊല്ലേരു ആന്ധ്രാപ്രദേശ്, ലോക്തക് മണിപ്പൂർ, ഗോവിന്ദ് സാഗർ ഹിമാചൽ പ്രദേശ്, ലോണാർ മഹാരാഷ്ട്ര. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 നാലും ശരിയാണ്. കൊല്ലേരു ഏത് ആന്ധ്രാപ്രദേശിലാണ്, ലോക്തക് മണിപ്പൂരിലാണ്, ഗോവിന്ദ് സാഗർ ഹിമാചൽ പ്രദേശിലാണ്, ലോണാർ മഹാരാഷ്ട്രയിലാണ്. ചുവടെ പറയുന്ന നദികൾ അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഇവിടെ തന്നിരിക്കുന്നത് ബംഗാളിൻ്റെ ദുഃഖം, ബീഹാറിൻ്റെ ദുഃഖം, ഒഡീഷയുടെ ദുഃഖം, ആസമിൻ്റെ ദുഃഖം. ഉത്തരം ഓപ്ഷൻ എ ആണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ചുവടെ പറയുന്ന കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ശരിയായത് ഏതെല്ലാം? തന്നിരിക്കുന്നു. കുമരകം പക്ഷി സങ്കേതം കോട്ടയം, അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം, മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം, ചൂലനൂർ പക്ഷി സങ്കേതം പാലക്കാട്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3, 4 എന്നിവ ശരിയാണ്. കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ്. അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലാണ്. ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാടാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം. ഏത് വൈസ്രോയുടെ കാലത്താണ് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസ്സാക്കിയത്? ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസ്സാക്കിയത് കഴ്സൺ പ്രഭു വൈസ്രോയി ആയിരുന്ന കാലത്താണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസ്സാക്കിയത്. റാവത്ത് ഭട്ട ആണവ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? റാവത്ത് ഭട്ട രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ. ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? ഗാർഹിക ആവശ്യങ്ങൾക്ക് 230 ആണ്. 230. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഓസ്മോസിസ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഝാൻസി റാണി 1858 1858. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷാംഗം അലോക് റാവത്ത്. കൂൺശിലകൾ രൂപപ്പെടാൻ കാരണം. കൂൺശിലകൾ രൂപപ്പെടാൻ കാരണം കാറ്റാണ്. കാറ്റ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായിട്ട് എഴുതപ്പെട്ട ഭാഷ. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായിട്ട് എഴുതപ്പെട്ട ഭാഷ തെലുങ്കാണ്. തെലുങ്ക്. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര ഏജൻസി ഏത്? റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് IUCN. IUCN. ഏതിനെതിരെ നടന്ന മത്സരത്തിൽ പങ്കെടുക്കവെയുണ്ടായ പോലീസ് മർദ്ദനത്തിലാണ് ലാലാ ലജ്പത് റായ്ക്ക് മരണം സംഭവിച്ചത്? സൈമൺ കമ്മീഷനെതിരെയാണ്. സൈമൺ കമ്മീഷനെതിരെ നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കവെയുണ്ടായ മർദ്ദനത്തിലാണ് ലാലാ ലജ്പത് റായ്ക്ക് മരണം സംഭവിച്ചത്. 1857 മഹത്തായ കലാപകാലത്ത് ആരായിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ? 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നത് ആരാണ്? കാനിങ് പ്രഭുവാണ്. കാനിങ് പ്രഭു. സോപ്പ് ലായനിക്ക് സാധാരണ ജലത്തേക്കാൾ അഴുക്ക് ഇളക്കാൻ സാധിക്കുന്നതിൻ്റെ കാരണം എന്താണ്? പ്രതലബലം കുറവായതിനാലാണ്. പ്രതലബലം കുറവായതിനാൽ. ഐക്യരാഷ്ട്ര സംഘടന ജനറൽ അസംബ്ലിയുടെ അധ്യക്ഷ പദവിയിലെത്തിയ ആദ്യത്തെ വനിത ആരാണ്? ഐക്യരാഷ്ട്ര സംഘടന ജനറൽ അസംബ്ലിയുടെ അധ്യക്ഷ പദവിയിലെത്തിയ ആദ്യ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റ്. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്?
മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 8. നികുതികളെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടന വകുപ്പ് ഏതാണ്? നികുതികളെക്കുറിച്ച് പരാമർശിക്കുന്നത് അനുച്ഛേദം 265 അനുച്ഛേദം 265. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രാഫിൻ. കശുവണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് മാറിയത്? 86ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ടാണ്. 86ാം ഭരണഘടനാ ഭേദഗതി. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ രചിച്ചത് CV രാമൻ പിള്ളയാണ്. CV രാമൻ പിള്ള. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് ആരാണ്? ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. അവസാനത്തെ ചോദ്യം, അവസാനത്തേതല്ല, ഒരെണ്ണം കൂടി ഉണ്ട്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. ചുവടെ പറയുന്ന ലോഹങ്ങൾ, അവയുടെ അയിരുകൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഇവിടെ തന്നിരിക്കുന്നത് സ്വർണം, മാംഗനീസ്, അയൺ, ടിൻ എന്നിവയാണ്. ഇവയുടെ അയിരുകളുമായിട്ട് ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. സ്വർണം കലാവറൈറ്റ്, മാംഗനീസ് പൈറോലുസൈറ്റ്, അയൺ ഹേമറ്റൈറ്റ്, ടിൻ കാസിറ്ററൈറ്റ്. സ്വർണത്തിൻ്റേത് കലാവറൈറ്റ്, മാംഗനീസിൻ്റേത് പൈറോലുസൈറ്റ്, അയണിൻ്റേത് ഹേമറ്റൈറ്റ്, ടിന്നിൻ്റേത് കാസിറ്ററൈറ്റ്. 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്